നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വെൽക്കം ഡ്രിങ്ക് ആണെന്ന് റെഡിയാക്കുന്നത് മാംഗോ വെൽക്കം ഡ്രിങ്ക്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മാംഗോ ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് അത്യാവശ്യം വലിയ ഒരു മാങ്ങ, നല്ല പഴുത്തിട്ടുള്ള നല്ല മധുരമൊക്കെ ഉള്ളൊരു മാങ്ങ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ആപ്പിൾ വേണം. അതുപോലെ തന്നെ കുറച്ച് ഐസ്ക്രീം ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് സബ്ജ സീഡ്സ് ആണ്. നമ്മൾ നാട്ടിലൊക്കെ ബ്ലാക്ക് കസ്കസ് എന്ന് പറയുന്നുണ്ടല്ലോ അത്. പിന്നെ അതുപോലെ ഒരു 1.5 കപ്പിൻ്റെ അടുത്ത് പാല്, കുറച്ച് ഐസ് ക്യൂബ്സ്. ഇത്രയാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. ഇതിപ്പോൾ ബ്ലാക്ക് കസ്കസ് നാട്ടിലൊക്കെ പറയും. നമ്മളിവിടെ സബ്ജ സീഡ്സ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത്. ഇത് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് എടുത്തിട്ട് കുറച്ച് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല വീർത്ത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു 10-15 മിനിറ്റ് കുതിർത്തെടുത്തതിന് ശേഷമുള്ള സീഡ്സാണിത്. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. ഓരോരുത്തരുടെയും മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് ഇനി ഞാനൊരു 1.5 കപ്പ് പാലാണ് ചേർക്കുന്നത്. പാല് എന്ന് പറയുമ്പോൾ പശുവിൻ പാല്, ഫ്രഷ് മിൽക്ക് തന്നെയാണ്. തിളപ്പിച്ച് എടുത്തിട്ടുള്ള പാലൊന്നല്ല, ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുള്ള പാൽ തന്നെയാണ്, നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല്. കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കാൻ കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. മാംഗോ ഐസ്ക്രീം താല്പര്യം ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. സാധാരണ ഇപ്പോൾ നമ്മൾ മാംഗോ ഷേക്കൊക്കെ ആക്കി ചെയ്യുന്ന സമയത്ത് ഐസ്ക്രീം ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇതൊരു മാംഗോ ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മൊത്തത്തിൽ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് കറക്കി എടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഈ ഒരു കട്ടിയിലാണ് ഉണ്ടാവുക. ഇത്രയ്ക്ക് കട്ടിയുടെ ആവശ്യമില്ല. ശരിക്കും നമ്മൾ മാംഗോ ജ്യൂസ് അല്ലെങ്കിൽ മാംഗോ ഷേക്കൊക്കെ ആക്കുന്ന സമയത്താണ് ഇത്ര കട്ടിയിൽ കുടിക്കുന്നത്. ഇതിപ്പോൾ ഒരു മാംഗോ ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു കപ്പ് നല്ല തണുത്ത വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം നമ്മൾ കൂടുതൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പം മധുരവും കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പഞ്ചസാരയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ജ്യൂസ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോഴും അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു ഫംഗ്ഷനൊക്കെ വേണ്ടി അല്ലെങ്കിൽ കുറേ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മധുരം ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ആപ്പിൾ. നമ്മൾ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ചെറിയ പീസ് ഇതുപോലെ വളരെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് വലുതാക്കരുത്, കാരണം ഇത് കടിക്കുന്ന സമയത്ത് ആപ്പിളാണോ നമുക്ക് മനസ്സിലാവരുത്. ആ ഒരു രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇത്തിരി കടിക്കാൻ വേണ്ടി മാത്രം മതി ആപ്പിൾ. അതുപോലെ തന്നെ ഒരു കുറച്ച് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു ബേസിൽ സീഡ്സ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ് ഉണ്ടല്ലോ, അതും ഒരു 1-2 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ എത്തുന്ന രീതിയിൽ. ഇതിൽ ശരിക്കും ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ആപ്പിളൊക്കെ ഇത് കുടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ഇത്തിരി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അതിൽ ആപ്പിളിൻ്റെ വലിപ്പം ഒരുപാട് കൂടിപ്പോയത്. അത്രയ്ക്ക് ചെറുതായാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്ലാസ്സിലേക്കാണ് ഇപ്പോൾ സെർവ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെ ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് കാര്യമായിട്ട് ആപ്പിളും അതുപോലെ തന്നെ നമ്മുടെ സീഡ്സൊന്നും കാര്യമായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരി അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ഒരു മാംഗോ ജ്യൂസ് പോലെ തന്നെയാണ്. എന്നാലും ഒരു ആപ്പിളും കസ്കസും വരുന്ന സമയത്ത് പിന്നെ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ മാംഗോ ജ്യൂസിൻ്റെ അത്രയ്ക്ക് ഒരു കട്ടിയില്ല, നമുക്ക് കട്ടി കുറച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ശരിക്കും ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, രുചി റെസ്റ്റോറൻറ്റ് ഉണ്ട് അബുദാബിയിൽ. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് ചെല്ലുന്ന സമയത്ത് ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടും ഇതുപോലെ ചെറിയൊരു ഗ്ലാസ്സിൽ. അപ്പോൾ അങ്ങനെ കുടിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി. ശരിക്കും വെൽക്കം ഡ്രിങ്ക് എപ്പോഴും വളരെ കുറച്ച് കുടിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നും. നമ്മളിപ്പോൾ ജ്യൂസ് ഷേക്കൊക്കെ പോലെ ഒരുപാട് കുടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു രുചി അങ്ങ് മനസ്സിൽ തട്ടി നിൽക്കില്ല. ശരിക്കും ഒരു ഇത്തിരി ആണെങ്കിൽ ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മാംഗോ ഡ്രിങ്കിന്. ശരിക്കും ഇത് കാണുന്ന സമയത്ത് ഇതൊരു മാംഗോ ജ്യൂസ് അല്ലേ എന്ന് തോന്നും. മാംഗോ ജ്യൂസ് തന്നെയാണ്. എന്നാലും അതിൽ ഒരു ആപ്പിളിൻ്റെ ചെറിയ പീസുകൾ ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്